Hello and welcome back to Kerala and Mumbai YouTube channel and a very happy new year to everyone. So today we bring you the highlights from the most wonderful anniversary celebration of Hiranandani Keralite Association, which is one of the prominent Malayali associations of Mumbai. Now let's get into the video and see the beautiful highlights of their celebration. Hiranandani Keralite Association, a prominent Mumbai Malayali community, celebrated its anniversary on a grand scale at Powai, Mumbai on Sunday 11th January. It was a well-planned event attended by dignitaries, families and friends. The highlight of the celebration was the vibrant performances by the association's own members. ഞാൻ രാജേന്ദ്രൻ നായർ, അറിയപ്പെടുന്നത് DR നായർ എന്നാണ്. ഇരാൻതന്നെ കേലേഴ്സ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു. ഇരാൻതന്നെ കേലേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 18 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാവർക്കും ആർക്കും എവിടെയും എപ്പോഴും ഉപകാരപ്രദമായ രീതിയിൽ ഉപകാരങ്ങൾ ചെയ്യാൻ മുൻപിട്ടിറങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇരാൻതന്നെ കേലേഴ്സ് അസോസിയേഷൻ. അവർ എന്നെ ഈ വർഷം ന്യൂ ഇയറിൻ്റെ ഈ ഒരു നല്ല വസന്ത സമയത്ത് എന്നെ ഫെസിലിറ്റി ചെയ്യാൻ എനിക്കൊരു അച്ചീവ്മെൻ്റ് അവാർഡ് തരാൻ പോകുന്നുണ്ട്. അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അവാർഡാണിത്. എന്നെ അവർ അംഗീകരിച്ചതിലും എൻ്റെ കമ്മ്യൂണിറ്റി എന്നെ അംഗീകരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ പേര് പോൾ പെരിങ്ങാട്ട്. ഞാനാണ് ഹീരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ചെയർമാൻ. ഈ വർഷം ന്യൂ ഇയർ ഫങ്ഷൻസ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരുന്നു. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെയും യൂത്തിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് കുറവായിരുന്നു. പുറത്തുള്ളവരെ കൊണ്ടായിരുന്നു കൂടുതൽ പെർഫോം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഞങ്ങളുടെ യൂത്തും ലേഡീസും വളരെ ചലഞ്ചായിട്ട് എടുത്തിട്ട് അത് മുഴുവൻ എല്ലാം അതിൻ്റെ മുഴുവൻ 2.5-3 മണിക്കൂറിൻ്റെ മുഴുവൻ അടിപൊളിയായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത, നമ്മുടെ പിള്ളേർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ അവരൊന്നും പെർഫെക്ഷൻ അല്ല. അല്പം ഇൻപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആളുകൾ തന്നെ ചെയ്യുന്നതിന് അതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് എല്ലാവരും എൻജോയ് ചെയ്യും, പുറത്തുനിന്നുള്ള എക്സ്പെർട്സിനേക്കാൾ കൂടുതൽ. അങ്ങനെ അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഈ വർഷത്തുള്ളത്. ഞങ്ങൾ പല ചാരിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഞങ്ങൾ വളരെ പ്രസൻസ് ഉണ്ട്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതും അങ്ങനെയുള്ള സമയത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഹോമിയോപ്പതി മരുന്ന് ഞങ്ങൾ ബോംബെയിലുള്ള അറിയാവുന്ന ചേരികളിലെല്ലാം വളരെ മാസമായിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു. അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഒരു ഫ്ലഡിൻ്റെ ആയി അല്ലെങ്കിൽ ഒരു കലാമിറ്റി എന്തായാലും വന്നു കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് ദയർ ഫസ്റ്റ്. അത് ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിൽ ഞങ്ങൾ ഓൾവേസ് വളരെ ശ്രദ്ധിച്ച് അത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ കെയർ ഫോർ ബോംബെ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ടുള്ള തോമസ് ഒലിക്കലും അതിൻ്റെ വളരെ ആക്റ്റീവായിട്ടാണ്. അത് ഇതുപോലെ തന്നെ പാവപ്പെട്ട ഇവിടെ ബോംബെയിലുള്ളവരുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും മലയാളികൾ അല്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ അവർക്ക് ഉള്ളതോട് കൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് പല കാര്യങ്ങളും നല്ലത് ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള പലതും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗൻ ഡൊനേഷൻ, അതും ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഒത്തിരി ആളുകളെ ഇത് അവരുടെ സൈനും എല്ലാം മേടിച്ച് അതിനൊരു മെമ്പർഷിപ്പ് ആക്റ്റീവായിട്ട് വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നേരത്തെ എയർലി ക്യാൻസർ ഡിറ്റക്ഷൻ, അതും വളരെ അവയർനെസ് വേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലും വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും വളരെ കുറവുള്ളതാണ്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഉള്ളത്. അത് പല ഡോക്ടേഴ്സും പറയുന്നതാണ്, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത എന്താണെന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവയർനെസ് വരുത്താൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നു. അങ്ങനെ പലതും ചെയ്യുന്നു. ഞങ്ങൾ നന്നായിട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ ബോംബെയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. താങ്ക് യു.
പ്രകൃതി ശിവനോട് ചേർന്നവരും അഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം तेरी बाहों में देखी हर शाम बेवफाई भी क्या याद नहीं क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा. My name is Thomas Olikal. I am the president of Hiranandani Keralite Association. Hiranandani Keralite Association പറ്റി പറയുമ്പോൾ ഏതാണ്ട് കാലത്തോളമായി നമ്മുടെ ഈ അസോസിയേഷൻ ഹിരാനന്ദാനിയിലുള്ള മലയാളികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസിന് അതുപോലെ തന്നെ ന്യൂ ഇയർ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് ഈ വർഷം 2026 ജനുവരി മാസം നമ്മൾ ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഈ അസോസിയേഷനെ പറ്റി പറഞ്ഞാൽ കേരളത്തിലുള്ള വന്ന് നമ്മുടെ ഹിരാനന്ദാനിയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഈ കോംപ്ലക്സിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും എപ്പോഴും എല്ലാത്തിനും ഓടിയെത്താൻ പറ്റുന്ന ഒരു ജനത ഇവിടെയുണ്ട്. മലയാളികളുടെ ഏത് വിഷയം ഉണ്ടെങ്കിലും അതിനെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം അതുപോലുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് കേരളത്തിൻ്റെ ആ ഒരു കൾച്ചറിൻ്റെ തനിമ നിലനിർത്താനും നമ്മുടെ ഈ അസോസിയേഷൻ വളരെയേറെ മുൻകൈ എടുക്കുന്നുണ്ട്. അതുപോലെ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇവിടെയുള്ള ആളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും 90% ആളുകളും ബിസിനസ്സുകാരും ഒരു 10% ആളുകളും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പം അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ചെറിയൊരു പങ്ക് നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ഒരു ഓർഗനൈസേഷനാണ് ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ. നമ്മുടെ മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ ഒരുമിപ്പിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യാനായിട്ട് ഈ അസോസിയേഷൻ എല്ലാ കാലത്തും മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ മലയാളികളെ ഇതിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാനും നമ്മുടെ ഈ പരിപാടികൾ ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് പരിപാടികൾ? ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ശങ്കരനാരായണൻ നമ്മുടെ ഒരു പ്രധാന സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട്. അതുപോലെ തന്നെ ഹിരാനന്ദനിൽ തന്നെയുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള നിരവധി കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം, പാട്ട് പ്രോഗ്രാം, അതുപോലെ തന്നെ നിരവധി കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ നടപ്പാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ നല്ല നിലയിൽ നടപ്പാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഉപകരിക്കും. സാറിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് AN ഷാജി. ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ 19 വർഷമായിട്ട് നടത്തി വരികയാണ്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സും ഞങ്ങളുടെ ഭാരവാഹികളുടെയും കഠിനമായ ഒരു അധ്വാനം കൊണ്ടാണ് ഇന്ന് ഇത്ര നല്ലൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ കോംപ്ലക്സിന് വെളിയിലുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നു. അതുപോലെ ചികിത്സാ സഹായങ്ങളും ആവശ്യമുള്ളവർക്ക് ഈ കോംപ്ലക്സിന് വെളിയിലുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സിനുള്ളിലുള്ള കുട്ടികൾക്ക് കലാപരിപാടികൾക്കൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊറിയോഗ്രാഫറെ വെച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ വനിതകളും ഞങ്ങളുടെ തന്നെ കുട്ടികളുമാണ് ഈ പ്രോഗ്രാമിൽ വരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും മിനിസ്റ്റർ സജി ചെറിയാനായിരുന്നു വരേണ്ടത്. അദ്ദേഹത്തിന് ഇന്ന് ചില പ്രശ്നം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇവിടുത്തെ MP സഞ്ജയ് പാട്ടീൽ, പിന്നെ സുനിൽ റാവുത്ത് MLA, ചന്ദൻ ശർമ്മ അവരൊക്കെ ഇന്ന് ഗസ്റ്റായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് ഏകദേശം 700-ൽ പരം ഗസ്റ്റുകളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
Hi, this is Priya Varghese, Secretary of Care for Mumbai. Hirandani Association Day, annual day is wonderful. Especially the youngsters have owned it up. They're really owning the stage and it's wonderful to see them in full energy. ഇതുപോലെ എല്ലാ വർഷവും ഹിരാന്താനി അസോസിയേഷൻ അതുപോലെ അടിപൊളി പരിപാടികളൊക്കെ ആയിട്ട് വരട്ടെ. എല്ലാ ആശംസകളും എല്ലാ സുഹൃത്തുക്കൾക്കും. നമസ്കാരം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുകയാണ്. ഇന്ന് ഹീരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ 2026 പുതുവത്സര ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേരുകയാണ്. 2005 ഹീരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ പുതുവത്സര ആഘോഷം നമ്മൾ ആരംഭിച്ചത്. ഇത് 2026 അത് വന്നു നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം നമ്മൾ എല്ലാ കൊല്ലവും ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് ഇവിടെയുള്ള നമ്മുടെ തന്നെ എന്താ പറയുക, നമ്മുടെ ഭാര്യമാരുടെ കൂട്ടായ്മ, നമ്മുടെ കുട്ടികളുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയിലാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. വെളിയിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം ഒന്നുമില്ല. നമ്മളുടെ കുടുംബത്തിലുള്ള കുട്ടികളും നമ്മുടെ ഭാര്യമാരും അമ്മമാരും എല്ലാവരും വന്നിട്ട് ഇവിടെ പ്രോഗ്രാം നടത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വേറൊരു വലിയ ഗുണം ഞാനിതിൽ കാണുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. അവരിങ്ങനെയുള്ള പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വരുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്, അതുപോലെ തന്നെ അവർക്ക് ഒരു ഫാമിലി ബോണ്ടിങ്, അവർക്ക് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു കാര്യത്തെപ്പറ്റി അവര് തീർച്ചയായിട്ടും അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ തീർച്ചയായിട്ടും അതിന്റെയും ബഹളം കേൾക്കുന്നത്. നല്ല ഒരുപാട് ഇന്നത്തെ ക്രൗഡാണെങ്കിലും നല്ല ക്രൗഡാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല രീതിയിൽ പരിപാടി നടക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ പുതുവത്സരം ആശംസിക്കുകയാണ്. ജഗദീശൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Good evening and welcome to the Hiranandani Keralite Association New Year function. നമ്മൾ ഇത് എല്ലാ വർഷം ആഘോഷിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഒരു കൊല്ലത്തിൽ 2 ഫംഗ്ഷൻ ആഘോഷിക്കും നമ്മൾ, ഓണം ആസ് വെൽ ആസ് ന്യൂ ഇയർ. ന്യൂ ഇയർ ആകുമ്പോൾ കുറേ കൂടി എന്തൂസിയാസും എന്തൊക്കെയോ എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ യൂത്ത് ആണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. And they will be taking over the stage today. And we also have our star singer, Shiva Shankar, who's a child artist, and looking forward to hear him sing some songs. So yes, it's a mixed bag today with a lot of dance and music. So we hope everyone who comes here today will have a great time. It will be a memorable time for all of them. Thank you. तेरी बिंदिया रे सजन बिंदिया ले लेगी तेरी निंदिया रे आए हाय तेरी बिंदिया रे अप्सरा कि मैंने तुम्हें ये दिल दे दिया, कभी मैं सुनो कभी तुम सुनो, कि मैंने तुम्हें ये दिल दे दिया, कभी मैं कहूँ कभी तुम कहो, ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா அன்புடன் கையடைத்தாயோ, உன் பெயர் நின்று நின்று அன்பே அன்பே
എൻ്റെ പേര് രാജ്മോഹന. This is our New Year party, which normally we have it every year. And the most important part of this is നമ്മുടെ എല്ലാ ഈ പ്രോഗ്രാമൊക്കെ നമ്മുടെ ഇൻ-ഹൗസ് ടാലൻറ്റാണ്. That actually makes it more entertaining. അല്ലെങ്കിൽ you will have lot of other New Year programs that you will get people from outside. But that is not it. This is a family program. Everybody enjoys it. അത് കാരണം it is really great as far as we are concerned, and we hope everybody else enjoys. Happy New Year. Namaskaram. My name is Dr. Radhakrishnan Pillai. First of all, Happy New Year. ഹിരണന്ദാനി കേരള അസോസിയേഷൻ്റെ ഈ ഗെറ്റ് ടുഗെദർ എല്ലാ വർഷവും നടക്കുന്ന എനിക്കൊരു സൗഭാഗ്യം. എൻ്റെ അമ്മാവൻ എപ്പോഴും വിളിക്കും. പിന്നെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ടു കണക്ട് ടു സോ മെനി വെൽ വിഷേഴ്സ് ഇൻ ദ മലയാളി കമ്മ്യൂണിറ്റി ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു മെനി മോർ ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ന്യൂ ഇയർ ടുഗെദർ. लटपट लटपट कमर दामिनी अधर रागिनी हो, लटपट लटपट कमर दामिनी अधर रागिनी मेरे घर आए कैसी सजी धजी देखो मेरे पिया की सावरी जिया से बाहरी मेरे अंगना में देखो आज खिला है चाँद के बाजे धुन झम झम झमा के जा तो नाच बंद झम झम झमा के जा के बाजे धुन झम झम झमा के जा तो नाच बंद झम झम झमा के जा मणि मणि में गंतो में और मलर मुल्लाल हो अड़गी नड़गी घूमर 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 पैसा ശ്രീരാഗമോ തേടുന്നു നീ വീണകൾ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിന്മാനമോ ഭൂമാനമോ നിന്ദാനമോ ഭൂമാനമോ എന്നും നീ പുലർന്നയായി ശ്രീരാഗമോ തേടുന്നു നീ വീണകൾ പൊൻതന്തിയിൽ. How many hours do you rehearse? like 3 to 4 hours. 3 to 4 hours a day. Wow, and do you see the results? Fabulous, right? A song like Pramadavaram. And at this age, I think he is nothing less than a prodigy. Thank you so much, Shiv Shankar. You're great, you're wonderful. Thank you. എൻ്റെ പേര് ശ്രീകണ്ഠൻ നായർ. ഞാനിത് ഹീരാനന്ദനിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും പിന്നെ ഇതിനു വേണ്ടി ഇതിൻ്റെ മാഗസിൻ എഡിറ്ററും കൂടെയാണ്. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് ബോംബെയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാണത്തില്ല. ഞങ്ങൾ 25 ഫാമിലി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാ വർഷവും എല്ലാവരും ഓടി നടന്ന് ഇത്രയും മഹനീയമായ ഒരു പ്രോഗ്രാം ബോംബെയിൽ ആരും നടത്തിയിട്ടില്ല. അത്രമാത്രം ഞങ്ങളെല്ലാം ഒരൊറ്റ ഫാമിലി മാതിരിയാണ് നമ്മളെല്ലാം കഴിയുന്നത്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമത്തെ എല്ലാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ കുട്ടികളുടെയും ഡാൻസ് പാട്ടെല്ലാം ഇത്തവണ മാത്രം വെളിയിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഗാനമേളക്കാരെ അങ്ങനെ എല്ലാം കൊണ്ടുവരും. പക്ഷെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. അതിൻ്റെ കാരണം ഇവിടെ ഉള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം ഉണ്ടാവണം. പിന്നെ ഇതിൻ്റെ നട്ടെല്ലായ ഈ സമയത്ത് ഓർമ്മിക്കുന്ന SR പിള്ളച്ചേട്ടൻ, അദ്ദേഹം സുഖല കിടക്കുകയാണ്. അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ വളരെ 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 എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് ചെയ്ത മനുഷ്യരായിരുന്നു SR പിള്ളച്ചേട്ടൻ. അദ്ദേഹത്തിനും ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹം സുഖല കിടക്കുകയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് കുടുംബത്തോട് വലിയ ഇഷ്ടമാണ്.
അദ്ദേഹം ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രയത്നിക്കുന്ന ആൾ. ഞങ്ങളെല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സ് 23 പേര് ഓടി നടന്ന് പ്രയത്നിച്ച് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ വളരെ മുന്നിലേക്ക് ബോംബെയിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് മാറ്റിയതിന് എല്ലാവർക്കും തുല്യമായ പങ്കുണ്ട്. എല്ലാവരും മത്സരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വലുത് നീ വലുത് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു യൂണിറ്റാണ് ഞങ്ങളുടെ ഇത്. അതുകൊണ്ട് ഈ സമയത്ത് അത് മുംബൈ കേരള മുംബൈയുടെ അവിടുന്ന് വന്ന ചേട്ടന് വളരെ നന്ദി. എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ. നമസ്കാരം. Not 100 of SKA and part of the organizing committee today. Of course, I'm in charge of the bar, but the program today was excellent because it's internally participated by our own family members. It is a great larger family gathering. Okay. Thank you and all the best. Thank you. Hi, I'm Atul Tendulkar. I'm so happy to be with Kerala Association in Powai. I love Malayalam community and I'm so pleasantly surprised to see that there are so many out of them here, and most of them are businessmen doing different walks of the life, and the real bonding that I saw between the family is really marvelous, and I wish them all the best, and I think I'll keep going back to the events that we'll have. So thank you very much. Cheers. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ യൂത്ത് ഗ്രൂപ്പാണ്. ഐ എം അഞ്ജലി ആൻഡ് ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ദ യൂത്ത് വിംഗ്. Bani, Neerja, Abhi, Rinsi, Anu, Ronak and Nikhil. And we have the oldest association with this organization. It was there when our father was there. And it is still there because we are there, and we are the generation. We are trying to take it as much forward as much as it is possible, with all the support from the older group and the older uncles and aunties who are part of this organization. And we like to thank them so much for giving us such a stage, and for making bonds like this grow stronger and much more stabilized. E bonds ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് we're such great friends. We don't just bond because of this association, we bond otherwise also, and I'm glad we're all part of this association and we're all part of this youth wing. So thank you so much HKA for bringing us together and making us do whatever it is required to keep this association up, young, forever and going. My name is Ronak Golikar. Been part of the HKA, I think feels like forever. It's been a great experience getting to know all of these people so closely, and having to perform here on stage, it feels like a great effort, but people don't see the effort behind what a couple of them have taken to get all of this together. When people come and see the performance, it is because a couple of the people in our group have taken the initiative to get everyone together, which is a difficult part of this, and get everyone dancing. So I also would like to thank Anup and Anjali, who have been organizing this, getting everyone on board. Today it feels great to be with all of them together. Everyone, my name is Rinsi. I've been a part of HKA ever since I was, I think, in school, and now I am working. So you know how many years that is. I'm not going to reveal my age, but the one amazing thing I'm glad that I'm a part of HKA is that we are now like a family. So it's not just friends, it's like family. So if anyone's ever in need, everyone's always available to help each other out. Good times, bad times, we're all together. We celebrate our good times like it's the end of the world, and it's great to have so many people to come together to put up a show like this, and it's also great because even beyond the show, we're just family. We hang out, we meet, we bond, and it keeps the Malayali in us alive. Hello, my name is Bani, and I've been associated with HKA for more than a decade, and I've had the honor to perform for HKA for all these years, and it's been a wonderful experience. Through HKA, actually, I've met and made a lot of friends, and I've met a lot of people, and it's been really great. And the best part about this is that it's a great way to recognize new talents and to bring new people and now the younger generation on board. So this is, it's really good to be a part of this organization, and I really hope that
this just continues throughout, and I would encourage everyone to also like perform and give their best for this. എൻ്റെ പേര് അനൂപ് നായർ എന്നാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഫുൾ യൂത്ത് ഗ്രൂപ്പിൻ്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്നുമില്ലായ്മ തുടങ്ങി ഇത്രയൊക്കെ ആക്കിയെടുത്ത് ഒരു association, they formed such a big association. Probably it's a bias that I'm a part of this association, but it's one of the biggest I've seen. It's one of the most celebratory I've seen. നമുക്ക് കിട്ടുന്ന motivation, നമുക്ക് കിട്ടുന്ന support, നമുക്ക് കിട്ടുന്ന platform, I've not seen it anywhere else. I'm just so thankful, so blessed to be a part of the association. And love all of us. ഹലോ, എൻ്റെ പേര് ഡോക്ടർ നീരജ ഗോപിനാഥൻ. HKയുടെ ഒരു ഭാഗമായത് ഇപ്പോൾ അടുത്തായിട്ടാണ്, അടുത്ത കാലത്താണ് ഇവരുമായിട്ട് കണ്ടുമുട്ടിയത്. പക്ഷേ ഇതുപോലുള്ള കൂട്ടായ്മകളാണ് എന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദാറ്റ് മുംബൈ മലയാളീസിനെ കേരളവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു കൂട്ടായ്മയാണ്. അപ്പോൾ 20-25-30 വർഷമായിട്ട് നടന്നു വരുന്ന പരിപാടികളാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതുപോലത്തെ ഒരു യൂത്ത് ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വളരെ വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയും അടുത്ത 100 വർഷം ഇതുപോലെ തന്നെ പോട്ടെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തരാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. കൾച്ചറൽ ഇവൻറ്റ്സ് ആണെങ്കിലും എന്ത് കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും അതെല്ലാം തരാൻ റെഡിയായിട്ട് ഉന്മേഷത്തോടെ ഇരിക്കുന്ന ഒരു ജനവിഭാഗം നമുക്ക് ഇവിടെ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് കേരള ആൻഡ് മുംബൈൻ്റെ ത്രൂ നമ്മളെ എല്ലാവരുടെ അടുത്താണ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടായ്മകൾ എന്നും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യന്മാരായിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ താങ്ക് യു. So we hope you enjoyed this video as much as we liked it. If any Malayali associations of Mumbai is interested in such a coverage, please do contact Kerala in Mumbai on the number given below in the description box. And if you're still not a subscriber of Kerala in Mumbai, please do subscribe, like, share, and do not forget to press the bell icon so that you'll keep getting our updates regularly.